ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നു. അപ്പോൾ പഴയ ഇതിനു മുമ്പുണ്ടായിരുന്ന പാഠപുസ്തകത്തിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറേ അധികം വിപ്ലവങ്ങളെ പറ്റി പഠിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിലാണ് പഠിച്ചത്. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ചാപ്റ്ററാണ് പുതിയ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ പേര് കാണുമ്പോൾ തന്നെ അറിയാം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഈ ഒരു മുദ്രാവാക്യം. സോ ഈ ഒരു അധ്യായം ഫ്രഞ്ച് വിപ്ലവത്തെ ഡീറ്റെയിൽ ചെയ്യുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവും. ഈ ചാപ്റ്ററിൽ മിസ്സായി പോയിട്ടുള്ള എന്നാൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളൂടെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് ചേർത്തിട്ടുമുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്കുകളും കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാപ്റ്റർ, സ്കൂൾ ടെക്സ്റ്റ്, ഈ ഒരു ചാപ്റ്റർ 2 പാർട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുക. ആ 2 ക്ലാസ്സുകളും കണ്ട ശേഷം നിങ്ങൾ എൻട്രി ആപ്പിൽ തന്നെ ലോക ചരിത്രത്തിന്റെ ഭാഗത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സോ ആദ്യമേ ഈ ഒരു ചാപ്റ്ററിന്റെ ആമുഖത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അതൊരു ഇൻസിഡന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതാണ്. സോ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു ഡേറ്റ് ആണ്, 1789 ജൂൺ 20. 1789 ജൂൺ 20. എന്താണ് ആ ഒരു ഡേറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡേറ്റിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നുള്ള ഇൻസിഡന്റ് നടന്നത്. ഓക്കെ, ആ ഒരു ഡേറ്റിലാണ് ടെന്നീസ് കോർട്ട് സമ്മേളനം നടക്കുകയും അവിടെ വെച്ച് അവരൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ആ സംഭവം നോക്കി. ഫ്രാൻസിന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പാരീസിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറലിന്റെ 3ാമത്തെ വിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് പാർലമെന്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അപ്പൊ ഓർത്തെ, ഫ്രഞ്ച് പാർലമെന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? എസ്റ്റേറ്റ് ജനറൽ. ഓക്കെ, എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിലാണ് ഏതറിയപ്പെടുന്നത്? ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെടുന്നത്. ഇനി ഫ്രഞ്ച് പാർലമെന്റിന്റെ എസ്റ്റേറ്റ് ജനറലിലെ 3ാമത്തെ വിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് പാർലമെന്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നത് വരെ പിരിഞ്ഞു പോകില്ല എന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും പിൻകാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജനകീയ മുന്നേറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഓർത്ത് വെച്ചേ, എന്താണ് ടെന്നീസ് കോർട്ടിൽ ജനങ്ങൾ സമ്മേളിച്ചു. ഫ്രാൻസിലെ ജനങ്ങൾ പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നത് വരെ പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്നാണ് 1789 ജൂൺ 20. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പോകാം. സോ ഞാൻ അതിനു മുമ്പേ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. എന്താണ്? ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ തന്നെ രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് തെളിയിച്ച വിപ്ലവവും ഏത് തന്നെയാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്.
എന്താണ്? പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് തെളിയിച്ച വിപ്ലവവും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി നോക്കിക്കേ, ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പൊ ഓർത്തു വെക്കുക, 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവമാണ്. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് തെളിയിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ ഒരു വിപ്ലവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ. ഈ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. അതിൽ സാമൂഹിക കാരണങ്ങൾ ഉണ്ടാകും, അഴിമതി നിറഞ്ഞൊരു ഭരണകൂടത്തെ പറ്റി പഠിക്കുന്നുണ്ടാകും, രാജാക്കന്മാരുടെ കുപ്രസിദ്ധിയെ പറ്റി പഠിക്കുന്നുണ്ട്, തത്വചിന്തകരുടെ സ്വാധീനത്തെ പറ്റി പഠിക്കുന്നു, സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പഠിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചു പോകുന്നുണ്ടാകും. ഓക്കെ, ഇനി സ്കൂൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ പാഠപുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം സ്കൂൾ ടെക്സ്റ്റിലെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിച്ചു പോകുന്നു, പ്ലസ് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. അപ്പം ഫ്രാൻസിൽ എന്തുണ്ടായിരുന്നു? ഒരു സ്വേച്ഛാധിപത്യ ഭരണക്രമം നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തത്? പ്രതിഷേധത്തിലേക്ക് വന്നു. അപ്പോൾ ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യം ഉണ്ടായിരുന്നു, രാജാക്കന്മാർക്ക് കുപ്രസിദ്ധി ഉണ്ടായിരുന്നു, സാമ്പത്തികപരമായ പരാധീനതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായ ജനകീയ മുന്നേറ്റം ഉയർന്നു വന്നത്. അപ്പം ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായി ആയിരുന്നു എന്തുയർന്നു വന്നത്? ജനകീയ മുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആരാണ്? ബൂർബൻ രാജവംശമായിരുന്നു. പതിറ്റാണ്ടുകളായി ഫ്രാൻസിനെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ബൂർബൻ രാജവംശത്തിലുള്ള രാജാക്കന്മാരായിരുന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്ന് അവർ വിശ്വസിച്ചു. അപ്പം ഫ്രാൻസില് പതിറ്റാണ്ടുകളായിട്ട് ഭരണം നടത്തിയിരുന്നത് ഏത് രാജവംശമാണ്? ബൂർബൻ രാജവംശമാണ്. ഇനി രാജകീയ അധികാരം എന്താണ്? ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? ബൂർബൻ രാജവംശക്കാര് വിശ്വസിച്ചു. ഇനി എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയത്. അപ്പം ഫ്രാൻസിലെ പാർലമെന്റ് എന്താണ്? എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദീർഘകാലത്തോളമായിട്ട് അത് എന്ത് ചെയ്തിട്ടില്ല? വിളിച്ചു ചേർത്തിട്ടില്ല. 1614 അത് അവസാനമായി യോഗം ചേർന്നത്. അപ്പൊ 1614 ശേഷം എന്ത് ചെയ്യപ്പെട്ടിരുന്നില്ല? ഫ്രാൻസില് അതിന്റെ പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചിരുന്നില്ല. ബൂർബൻ രാജാക്കന്മാരുടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ബൂർബൻ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ലൂയി 14. അപ്പൊ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? അത് ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14. ഇനി വിപ്ലവം ആരുടെ സമയത്തായിരുന്നു? അത് ലൂയി 16 കാലഘട്ടത്തിൽ ആയിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ലൂയി 14 എന്നുള്ളത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഭരണകർത്താവാണ്. ദെൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 15. സോ അദ്ദേഹത്തിന് ശേഷം പ്രളയം എന്ന് പറയുമ്പോൾ യുദ്ധമാണ്. ആ യുദ്ധം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് ലൂയി 16 ഭരണകാലഘട്ടത്തിൽ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ദൈവദത്ത അധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി, ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൻ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടതാണ്.
ദൈവിക അധികാരം, രാജകീയ അധികാരം ദൈവദാനമാണ്, ദൈവദത്തമാണ് എന്നുള്ള ആ ഒരു സിദ്ധാന്തം. ദൈവദത്ത അധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തെ വിശ്വസിച്ചു. അപ്പൊ എന്താണ് ഈ ദൈവദത്തം അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജാവിനെ രാജാവാക്കിയത് ആരാണ്? ദൈവമാണ്. മുകളിലിരിക്കുന്ന ഉടയതമ്പുരാനാണ് എന്നെ രാജാവാക്കിയത്. അതുകൊണ്ട് ആ ഉടയതമ്പുരാനോട് മാത്രമേ എനിക്ക് കൂറുള്ളൂ, വിധേയത്വമുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? ഭൂപൻ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവരെന്ത് ചെയ്യുന്നു? അതിനെ മറയാക്കിക്കൊണ്ട് അവരൊരു സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്നു. അവരുടെ കാര്യങ്ങൾ, തൻ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടത്തുന്നു. തൻ്റെ പ്രജകളോട് യാതൊരുവിധ കൂറോ ഉത്തരവാദിത്വമോ പുലർത്താത്ത ഒരു ഭരണം നടത്തുന്നു. അതിൻ്റെ ഒരു ന്യായവാദമായിട്ട് അവർ പറയുന്നതാണ് ഡിവൈൻ റൈറ്റ് ഓഫ് തിയറി, അല്ലെങ്കിൽ ദൈവദത്ത അധികാര സിദ്ധാന്തം. അപ്പം ഈ ഡിവൈൻ റൈറ്റ് ഏത് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടതാണ്? ലൂയി 14 15 ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഭൂപൻ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കി ഭാഗത്തിലേക്ക് വരാം. ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടപ്പാക്കിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. അപ്പം ലൂയി 14 ശേഷം 15 വന്നു. ഇദ്ദേഹമാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത്. ഇനി അദ്ദേഹം നടത്തിയ യുദ്ധങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ ധൂർത്ത്, ഇവയൊക്കെ രാഷ്ട്രത്തെ എന്താക്കി? ദുരിതത്തിലാക്കി. തന്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ലൂയി 16 പിന്നീട് അധികാരത്തിലെത്തിയത്. എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിലായിരുന്നു രാജഭരണം രാജ്യം ഭദ്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രാജ്ഞിയായിരുന്ന മേരി അന്റോയിനറ്റ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു. അപ്പൊ മേരി അന്റോയിനറ്റ് എന്നുള്ള ഈ ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക. അത് ആരുടെ ഭാര്യയാണ്? ലൂയി 16 ഭാര്യയാണ്. ഈ മേരി അന്റോയിനറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. അവർക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ആരുടേതാണ്? മേരി അന്റോയിനന്റേതാണ്. ലൂയി 16 ഭാര്യയായ മേരി അന്റോയിന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്നുള്ളത്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ആ ഒരു ഭാഗം വരുമ്പോഴത്തേന് പറയാം. ഓക്കെ, അപ്പം ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്ന ഒരു രാജ്ഞിയായിരുന്നു ആര്? മേരി അന്റോയിനറ്റ്. ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു, ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കി. അപ്പം സിമ്പിളായിട്ട് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? രാജാക്കന്മാരുടെ ധൂർത്തിനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഫ്രാൻസിലെ രാജാക്കന്മാരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവദത്ത അധികാരത്തെ വിശ്വസിച്ചിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നു? ധൂർത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു മാപ്പ് 1789 കാലഘട്ടത്തിലെ യൂറോപ്പിന്റെ ഒരു മാപ്പാണ്. ഇതിൽ ഫ്രാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കാണാം. അതിൽ ഫ്രാൻസിന്റെ അയൽ രാജ്യങ്ങൾ, ജർമ്മൻ സ്റ്റേറ്റ് വരുന്നുണ്ട്, വെനീസ് വരുന്നുണ്ട്, സ്പെയിൻ ഒക്കെ തന്നെ എന്താണ്? ഫ്രാൻസിന്റെ അയൽ രാജ്യങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഫ്രാൻസിന്റെ സാമൂഹിക വ്യവസ്ഥിതി എന്തായിരുന്നു അവിടുത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്തായിരുന്നു? അത് കൃത്യമായിട്ട് അനവർത്ഥമാക്കുന്ന, അല്ലെ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പം ഓർക്കുക, ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 എസ്റ്റേറ്റിൽ ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതർ വരുന്നു, 2ാം എസ്റ്റേറ്റിലാണ് പ്രഭുക്കർ വരുന്നത്, 3ാം എസ്റ്റേറ്റിൽ സാധാരണക്കാരാണ് വരുന്നത്. ഇവിടെ പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, പ്രഭുക്കർ യുദ്ധം ചെയ്യുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഈ ഒരു സിസ്റ്റം ആയിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. അപ്പം രാജാക്കന്മാരുടെ ധൂർത്തുണ്ടായിരുന്നു. അത് ലൂയി 15 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ധൂർത്ത് കൂടി വന്നപ്പോൾ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകിടം മറിഞ്ഞു. സോ അദ്ദേഹം എന്ത് ചെയ്തു? നികുതി കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാധാരണക്കാരിലേക്കുള്ള നികുതിയെ അദ്ദേഹം എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നോക്കിക്കേ, ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഒരു ചൊല്ലായിരുന്നു പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു എന്നുള്ളത്. ഇനി 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി, എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. പുരോഹിതർ 1ാം എസ്റ്റേറ്റിലും
പ്രഭുക്കൾ രണ്ടാം എസ്റ്റേറ്റിലും സാധാരണക്കാർ മൂന്നാം എസ്റ്റേറ്റിലും ഉൾപ്പെട്ടിരുന്നു. അപ്പം എന്താണ്, ഫ്രഞ്ച് സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് പഴയ ടെക്സ്റ്റിൽ കഴിഞ്ഞ കൊല്ലം വരെ നിലനിന്നിരുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. ഫ്രഞ്ച് സമൂഹത്തെ എങ്ങനെ തിരിച്ചിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരുൾപ്പെടുന്നു? പുരോഹിതര് ഉൾപ്പെടുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതർ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ തുടങ്ങിയ മിഡിൽ ക്ലാസ് തുടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും അടങ്ങുന്ന വിഭാഗവും ഏതിൽ ഉൾപ്പെടുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതരാണെങ്കിൽ രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. മൂന്നാം എസ്റ്റേറ്റിൽ മിഡിൽ ക്ലാസ്സിൽ കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും ബാങ്കർമാരും ഒക്കെ അടങ്ങുന്ന ഒരു മിഡിൽ ക്ലാസ്സും കർഷകരും കൈത്തൊഴിലാളികളും അടങ്ങുന്ന സാധാരണ ജനവിഭാഗങ്ങളിൽ അടങ്ങുന്നവരും ഏതിൽ ഉൾപ്പെടുന്നു? മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. ഇനി ഒന്നാം എസ്റ്റേറ്റായ പുരോഹിതർ എന്ത് ചെയ്യുന്നു? ധാരാളം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു. ഒന്നാം എസ്റ്റേറ്റായ പുരോഹിതർക്ക് ധാരാളം ഭൂപ്രദേശം അവരുടെ കൈവശമുണ്ട്. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിലുള്ള നികുതി അവർ പിരിച്ചിരുന്നു. അപ്പൊ പുരോഹിതര് കർഷകരിൽ നിന്നും, മൂന്നാം എസ്റ്റേറ്റിലെ കർഷകരിൽ നിന്നും മാത്രം പിരിച്ചെടുത്തിരുന്ന ഒരു നികുതിയാണ് തിഥേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ തിഥേ എന്ന നികുതി ആർക്കുള്ളതാണ്? പുരോഹിതർക്കുള്ളതാണ്. ആര് കൊടുക്കുന്നതാണ്? കർഷകർ കൊടുക്കുന്നതാണ്. കർഷകരാണ്, മൂന്നാം എസ്റ്റേറ്റ് കൊടുക്കുന്നതല്ല, മറിച്ച് ആര് കൊടുക്കുന്നു? മൂന്നാം എസ്റ്റേറ്റിലെ കർഷകർ കൊടുക്കുന്ന നികുതിയാണ് തിഥേ. ആർക്ക് കൊടുക്കുന്നു? പുരോഹിതന്മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി രണ്ടാം എസ്റ്റേറ്റില് ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണരംഗത്തിലും സൈന്യത്തിലും ഉയർന്ന പദവി നിയന്ത്രിച്ചിരുന്നു. അപ്പം പുരോഹിതന്മാരെ സംബന്ധിച്ച് അവർക്ക് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. അവർക്ക് കർഷകരിൽ നിന്നും തിഥേ എന്ന നികുതി ലഭിച്ചിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും പുരോഹിതന്മാർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ദെൻ എന്താണ്? ഭരണരംഗത്തും സൈന്യത്തിലും ഉയർന്ന പദവിയിൽ നിയന്ത്രിച്ചിരുന്നു. അപ്പൊ ഉയർന്ന പദവിയൊക്കെ നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? പുരോഹിതരായിരുന്നു. ഇനി നോക്കിയേ, രണ്ടാം എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ രണ്ടാം എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണുള്ളത്. പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തുന്നു. കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചെടുക്കുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അപ്പം പ്രഭുക്കന്മാർ എന്ത് ചെയ്യുന്നു? അവര് സൈനിക സേവനം നടത്തിയിരുന്നു. കർഷകരിൽ നിന്നും പലതരം നികുതികൾ അവർ പിരിച്ചെടുത്തു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇനി നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ആര്? പ്രഭുക്കന്മാരും നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ച് അനുഭവിച്ചിരുന്നു. അപ്പം പ്രഭുക്കന്മാരുടെ കയ്യിലും ഭൂമി ഉണ്ടായിരുന്നു. അവരും ആഡംബര ജീവിതം നയിച്ചു. അവർക്കും നികുതി ഭാരം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരിലേക്ക് എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, മൂന്നാം എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകരും അധ്യാപകരും ബാങ്കർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു മിഡിൽ ക്ലാസ്സും കൈത്തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ഒരു വിഭാഗവും ഏതിൽ വരുന്നു? മൂന്നാം എസ്റ്റേറ്റിൽ വരുന്നു. ഇനി ഭരണത്തിൽ ഒരു അവകാശവും മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ ഭരണത്തില് മൂന്നാം എസ്റ്റേറ്റുകാർക്ക് യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇനി തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നു. തൈലേ എന്നുള്ള പേരിൽ ഒരു ഭൂനികുതി മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ആർക്ക് നൽകണം? സർക്കാരിന് നൽകണം. അപ്പൊ മൂന്നാം എസ്റ്റേറ്റിലെ കർഷകൻ പുരോഹിതന് തിഥേ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കാരിന് തൈലേ എന്നുള്ള നികുതിയും കർഷകൻ കൊടുക്കണം. ഓക്കെ ആണോ? അപ്പൊ മൂന്നാം എസ്റ്റേറ്റുകാർക്ക് പൊതുവായിട്ടുള്ള നികുതിയാണ് തൈലേ എന്നുള്ളത്. കർഷകന് മാത്രമുള്ള ഒരു നികുതിയാണ് തിഥേ. കർഷകൻ പുരോഹിതന് കൊടുക്കുന്ന നികുതി. ഓക്കെ, ഇനി നോക്കി, താഴ്ന്ന സാമൂഹിക പദവിയാണ്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് ചെയ്തിരിക്കണം? നികുതി നൽകേണ്ടുന്ന ഒരു വിഭാഗവുമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാർ. ഓക്കെ ആണല്ലോ? അപ്പം എസ്റ്റേറ്റ് എന്താണ്? ഒരു സോഷ്യൽ ഡിവിഷൻ ആണ്. സമൂഹത്തെ 3 തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. ഓക്കെ, ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിലേക്ക് വരാം. ഒന്നാം എസ്റ്റേറ്റ് ആരാണ്? പുരോഹിതന്മാരാണ്. വളരെ പ്രബലവും സമ്പന്നവുമായിരുന്ന ഫ്രാൻസിലെ കത്തോലിക്ക സഭ ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു.
പുരോഹിതന്മാരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അപ്പം വളരെയധികം പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ ഏത് കത്തോലിക്ക സഭ. ഈ സഭയിലെ പുരോഹിതന്മാർ ഭൂസ്വത്തിന്റെ വലിയ ഒരു വിഭാഗം സഭയുടെ ഉടമസ്ഥതയിലായിരുന്നത് കൊണ്ട് തന്നെ പുരോഹിതന്മാരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സഭയ്ക്ക് പുരോഹിതന്മാർക്ക് വളരെയധികം പ്രാധാന്യം എവിടെയുണ്ടായിരുന്നു? ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. ഇനി അവർ സാധാരണ കർഷകരിൽ നിന്നും തിഥേ എന്ന ഒരു നികുതി പിരിച്ചിരുന്നു. സോ തിഥേ എന്നുള്ളത് 2 ടെക്സ്റ്റ് ബുക്കിലും 2 രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ഓർത്തു വെക്കുക. ഈ ഒരു രീതിയിലും തിഥേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിലും തിഥേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ടൈത് എന്നുള്ളതാണ്. സോ പ്രൊണൗൺസിയേഷന്റെ ഒത്തിരി വ്യത്യാസം ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഒന്ന് അറിഞ്ഞു പോവുക. ഓക്കെ, ടൈത് അതുവെങ്കിൽ തിഥേ എന്നുള്ളത് എന്താണ്? കർഷകരിൽ നിന്നും പുരോഹിതന്മാർ പിരിച്ചെടുത്തിരുന്ന നികുതിയാണ്. ഇനി വിളവിന്റെ 10% നികുതിയായി നൽകേണ്ടിയിരുന്നത്. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു അളവൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടേ. എന്താണ്? വിളവിന്റെ 10% എന്തായിട്ട് കൊടുക്കണം? നികുതിയായിട്ട് കൊടുക്കണം. ഓക്കെ, ആര് കൊടുക്കണം? കർഷകര് പുരോഹിതന്മാർക്ക് കൊടുക്കണം. അപ്പം നോക്കിയേ, വിളവിന്റെ എത്രയാണ്? 10%, അതായത് 10% എന്ത് ചെയ്യണം? അവര് നികുതിയായിട്ട് കൊടുക്കണം. അപ്പം സാധാരണക്കാരായ കർഷകരുടെ കയ്യിൽ നിന്നും തിഥേ എന്നുള്ള ഒരു നികുതി ആര് പിരിച്ചെടുത്തിരുന്നു? പുരോഹിതർ പിരിച്ചെടുത്തിരുന്നു. അതായത് കർഷകന്റെ വിളവിന്റെ 10% ആ നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാൻ കാരണമായി. ഇനി 2ാം എസ്റ്റേറ്റിലേക്ക് വരുന്നു. 2ാം എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണ് ഉള്ളത്. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അവ ഭൂവുടമകൾ കൂടിയായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കന്മാർ ജനങ്ങളിൽ നിന്നും വിവിധ തരം നികുതികൾ പിരിച്ചെടുത്തു. ഓക്കെ, അപ്പം പ്രഭുക്കന്മാരും എന്താണ്? അവരും ആഡംബര ജീവിതമൊക്കെ നയിച്ച ആളുകളാണ്. അവരും എന്ത് ചെയ്തിരുന്നു? ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്തു. 1749 നിയമം 749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ വരുമാനത്തിന്റെ 1/20 അതായത് 5% എന്ത് ചെയ്യണം? സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതി വോങ്തിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. വോങ്തിയം അല്ലെങ്കിൽ വോങ്ടീം എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ വോങ്തിയം എന്താണ്? അതൊരു നികുതിയാണ്. എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1749 ഇൻട്രൊഡ്യൂസ് ചെയ്ത നികുതി. എന്താണ് അതിൽ പറയുന്നത്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 ആർക്ക് കൊടുക്കണം? സർക്കാരിന് നൽകണം. അതായത് 5%. അതായത് വരുമാനത്തിൻ്റെത് എന്ന് പറയുമ്പോൾ എന്താണ്? ആദായ നികുതിയാണ് അവർ കൊടുക്കേണ്ടുന്നത്. അവരുടെ ഇൻകം എന്താണോ ആ ഒരു ഇൻകം ടാക്സ് അവര് പേ ചെയ്യണം. അപ്പം ആദായ നികുതിയാണ് വോങ്തിയം എന്ന് പറയുന്നത്. കൃത്യമായ കണക്ക് സ്കൂൾ പാഠപുസ്തകത്തിൽ പറയുന്നു. 1/20 ആണ് വോങ്തിയം, 10% തിഥേ എന്ന് പറയുന്നത്. അത് കർഷകൻ ആർക്ക് കൊടുക്കുന്നതാണ്? പുരോഹിതർക്ക് കൊടുക്കുന്ന തിഥേ 10% അതായത് 10% വോങ്തിയം എന്നുള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളും സർക്കാരിന് കൊടുക്കേണ്ടുന്ന നികുതിയാണ്. അത് 5% 1/20. 1749 ഈ ഒരു നികുതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ആദ്യത്തെ 2 വിഭാഗങ്ങൾ, അതായത് പുരോഹിതന്മാരും പ്രഭുക്കന്മാർക്കും രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്ന് അവർ ഒഴിവാകുകയും ചെയ്തു. ഓർത്തോണം, എല്ലാ ജനവിഭാഗവും എന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രഭുക്കന്മാരും ആരാണ്? പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? രാജാവിന് ചെറിയൊരു തുക കൊടുത്ത് അവരെന്ത് ചെയ്തു? നികുതിയിൽ നിന്ന് ഒഴിവായി. അപ്പം ഈ ആലഭാരം മൊത്തം ആരുടെ നെഞ്ചത്തോട്ട് വന്നു? അത് സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് വന്നു. ഓക്കെ ആണല്ലോ. ഇനി തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ച എതിർക്കുന്നതിന് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അപ്പം പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് രാജാവിനോട് പോരാടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി
ഈ പ്രഭുക്കന്മാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന രീതികൾ എന്തൊക്കെയാണ്? അപ്പം കുറെ അധികം ടാക്സുകൾ നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായിട്ടുള്ള കുറെ അധികം ടാക്സുകളെ പറ്റി ഈ ഒരു പാഠപുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിഥേ പഠിച്ചു, തൈലേ പഠിച്ചു, വോങ്തിയം പഠിച്ചു. തിഥേ എന്തായിരുന്നു? അത് പുരോഹിതർ കർഷകരിൽ നിന്നും വാങ്ങുന്ന 1/10 നികുതിയായിട്ട് വാങ്ങുന്നത്, അവരുടെ ഉൽപാദനത്തിന്റെ 1/10 നികുതിയായിട്ട് മേടിക്കുന്നതാണ് തിഥേ. തൈലേ എന്നുള്ളത് എല്ലാ ജനവിഭാഗങ്ങളും സർക്കാരിന് അടയ്ക്കുന്ന, മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവര് സർക്കാരിന് അടയ്ക്കുന്ന നികുതിയാണ് തൈലേ. വോങ്തിയം എന്നുള്ളത് എല്ലാ വിഭാഗക്കാരും ഗവൺമെന്റിന് അവരുടെ ആദായ നികുതിയായിട്ട് അവരുടെ വരുമാനത്തിന്റെ 21% അല്ലെങ്കിൽ 1/20 5% 1749 നിയമം അനുസരിച്ച് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ 3 ആക്ട്, 3 നിയമങ്ങൾ, 3 ടാക്സുകൾ, നികുതി പിരിവുകൾ നമ്മൾ പഠിച്ചു. ഇനി നോക്കി അടുത്ത 1-2 പഠിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും തമ്മിലുള്ള പ്രൊനൗൺസിയേഷൻ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവുക. കോവി എന്നുള്ളത് ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. ഇപ്പം പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് അല്ലെ രാജാവിന് ഒരു അവകാശമുണ്ട്. എന്താണ്? ഫ്രീ ആയിട്ട് സാധാരണക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. അവരുടെ പറമ്പിൽ പണിയെടുപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റു സേവനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ എന്താണ്? ഫ്രീ ആയിട്ട്. എത്ര ദിവസം? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവകാശത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കോവി എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ കോർവി എന്ന് അല്ലെങ്കിൽ കോവി എന്ന് പറയാം. അപ്പം കോവി എന്താണ്? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെ കോവി എന്ന് പറയുന്നു. ഇനി നോക്കിയേ, ബൈനാലിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ബെനാലിറ്റി എന്ന് പറയുന്നത് വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക അവകാശം ലഭിക്കുന്ന അധിക നികുതി. ഇപ്പം വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മികളുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയായി ഉൾപ്പെടുത്തുന്നു. അപ്പം ഇതെന്താണ്? ഇതൊരു ഫീസാണ്. അപ്പം ബെനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീസായിട്ട് കണക്കാക്കിയാൽ മതി. എന്തിനുള്ളതാണ്? റൊട്ടി നിർമ്മാണത്തിലോ അല്ലെങ്കിൽ മുന്തിരിച്ചാറുകൾക്കോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു കുത്തക അവകാശം വഴി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കപ്പെടേണ്ടുന്ന ഒരു ഫീസാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോവി എന്നുള്ളത് ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെ കോവി എന്ന് പറയുന്നു. ബെനാലിറ്റി എന്നുള്ളത് കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ കൈവശമുള്ള ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ ഫീസിന് വേണ്ടിയിട്ടാണ് ബൈനാലിറ്റി എന്നുള്ള ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ബൻവിൻ എന്നുള്ളത് തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ്. അപ്പം ബെൻവിൻ എന്നുള്ളത് എന്താണ്? വീഞ്ഞിന് മുകളിലുള്ള നികുതിയാണ്. അപ്പം ടാക്സ് ഇമ്പോസ്ഡ് ടു വൈൻ എന്ന് പറയാം. അപ്പം വീഞ്ഞിന്റെ മുകളിലുള്ള ഒരു കുത്തക നികുതിയാണ് ബെൻവിൻ എന്ന് പറയുന്നത്. ഇനി പിയേഷ് എന്നുള്ളത് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ്. പിയേഷ് എന്നുള്ളത് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മുകളിലുള്ള ചുങ്കമാണ്. ടോൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ. ഇനി ടെറാഷ് എന്നുള്ളത് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരമാണ്. ഓർക്കുക, വിളവെടുപ്പ് കാലത്തും എന്ത് ചെയ്യുന്നു? കർഷകരിൽ നിന്ന് ഒരു കരം പിരിക്കുന്നുണ്ട്. അതാണ് ടെറാഷ് എന്ന് പറയുന്നത്. സോ ടെറാഷ് എന്നുള്ളത് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും കരം പിരിക്കുന്നു. ഈ വിളവെടുത്തതിന് ശേഷം വേണം അവൻ എന്ത് ചെയ്യാനായിട്ട്? കർഷകൻ തിഥയടയ്ക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? ആർക്കാണ് തിഥയടയ്ക്കുന്നത്? പുരോഹിതന്മാർക്ക് കർഷകരടയ്ക്കുന്നതാണ് തിഥേ, 1/10. ഇനി അതിനുശേഷം വേണം അവൻ എന്ത് ചെയ്യേണ്ടത്?
വോങ്തിയം അടയ്ക്കാൻ. വോങ്തിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണക്കാരായുള്ള അല്ലെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ വരുമാനത്തിന്റെ 1/20 ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് ടൊറാഷ് വോങ്തിയം എന്ന് പറയുന്നത്. ഈ വിളവെടുത്തോണ്ടിരിക്കുന്ന സമയത്തും എന്ത് ചെയ്യണം? അവൻ നികുതി അടയ്ക്കണം. അതാണ് ടൊറാഷ് എന്ന് പറയുന്നത്. അപ്പം നോക്കി, ഓരോ നികുതികളും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. കർഷകരിൽ നിന്നും തിതേ പിരിക്കുന്നത് ആരാണ്? പുരോഹിതരാണ്. ദെൻ എല്ലാ ജനവിഭാഗങ്ങളും 3ാം എസ്റ്റേറ്റുകാര് ഗവൺമെന്റിന് തൈലെ എന്നുള്ള ഒരു നികുതി കൊടുക്കണം എന്നുള്ള ഭാഗം പറയുന്നു. തിതേ എന്ന് പറയുന്നത് വിളവിന്റെ 1/10 ആയിരിക്കണം. വോങ്തിയം 1749 വോങ്തിയം എന്നുള്ള നികുതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1/20 ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിന് അടയ്ക്കണം എന്ന് പറയുന്നു. അതാണ് വോങ്തിയം എന്ന പേരിൽ അറിയപ്പെടുന്ന നികുതി. ഇനി കോവി എന്നുള്ളത് ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് ഫ്രീ ആയിട്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്ന അവകാശത്തെ കോവി എന്ന് പറയുന്നു. ബെനാലിറ്റി എന്നുള്ളത് വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന ജന്മിമാരുടെ സാമഗ്രികൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീസാണ്. ബെൻവീൻ എന്നുള്ളത് തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മുകളിലുള്ള ഒരു നികുതിയാണ്. പിയാഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയ്ക്ക് മുകളിലുള്ള ടോളാണ്. ഇനി ടൊറാഷ് എന്നുള്ളത് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക തരം നികുതിയാണ്. ഇനിയുമുണ്ട് ഒരു നികുതിയും കൂടെ നമുക്ക് ഈ കൂടെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്ന് പോയി വരാം. അത് ഗബല്ലെ എന്നുള്ള ഈ ഒരു ടാക്സ് ആണ്. ഗബല്ലെ ഇതൊരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. PSCയുടെ സമീപകാല പരീക്ഷകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു ഗബല്ലെ ടാക്സ് എന്താണ്. ഇത് 13ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. അപ്പൊ 13ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയാണ് ഗബല്ലെ എന്നുള്ളത്. ഇവിടെ ഗബാൽ എന്നാണ് പറയുന്നത്. PSC ചോദിച്ചപ്പോൾ അത് ഗബല്ലെ എന്ന് തന്നെയാണ് ചോദിച്ചത്. സോ ഗബാൽ എന്നുള്ളത് 13ാം നൂറ്റാണ്ടിൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ഉണ്ടായിരുന്ന ഒരു നികുതിയാണ്. ഇനി 15ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി തികച്ചും ജനവിരുദ്ധമായ ഒരു നികുതിയായിരുന്നു ഗബാൽ എന്നുള്ളത്. അപ്പം ഗബാൽ എന്നുള്ളത് എന്താണ്? 15ാം നൂറ്റാണ്ട് മുതൽ അത് ഉപ്പിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. അപ്പൊ 15ാം നൂറ്റാണ്ട് മുതൽ തുടർന്നുള്ള കാലഘട്ടം വരെ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? ആ ഗബൽ എന്നുള്ള നികുതി നിലനിന്നിരുന്നു. അപ്പം ഗബൽ എന്നുള്ളത് ഉപ്പിന് മുകളിൽ ചുമത്തിയിരിക്കുന്ന ഒരു നികുതിയാണ്. എപ്പം മുതൽ? 15ാം നൂറ്റാണ്ട് മുതൽ അത് ഉപ്പിന് മാത്രമായിരുന്നു. 13ാം നൂറ്റാണ്ട് മുതൽ എല്ലാ സാധനങ്ങളുടെ മേലും ആ ഒരു ഗബൽ അല്ലെങ്കിൽ ഗബല്ലെ എന്നുള്ള നികുതി ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടുന്ന ഒരു ഭാഗം ഈ ഒരു ടാക്സ് ആണ്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന നികുതികൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. തിഥയുണ്ട്, തൈലയുണ്ട്, വോങ്തിയമുണ്ട്, കോവിയുണ്ട്, ബൈനാലിറ്റി ഉണ്ട്, ബെൻവീൻ ഉണ്ട്, പിയാഷ് ഉണ്ട്, ടെറാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഗബല്ലയുണ്ട്. അങ്ങനെ ഏകദേശം 9ഓളം നികുതികൾ ഫ്രാൻസിലുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് അവ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ അടുത്തതിലേക്ക് പോവുകയാണേ. ഇവിടെ 3ാം എസ്റ്റേറ്റുകാരെ പറ്റി പറയുന്നുണ്ട്. 3ാം എസ്റ്റേറ്റിലെ സാധാരണക്കാരെയാണ് ഇവിടെ ഈ ഒരു ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ കിടക്കുന്നു. അതിന്റെ മേളിൽ നികുതി ഭാരത്തിന്റെ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിൽ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും കയറി നിൽക്കുന്ന ഒരു ചിത്രം. ഉന്നത വിഭാഗക്കാർ അനുഭവിച്ച പ്രത്യേക ആനുകൂല്യങ്ങളാൽ ചതച്ചരയ്ക്കപ്പെട്ട സാധാരണക്കാർ എന്ന പേരിലാണ് ഈ പെയിന്റിങ് നിലനിൽക്കുന്നത്. ഓർക്കുക, എന്താണ്? ഉന്നത വിഭാഗക്കാർ അനുഭവിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ. യാതൊരുവിധ നികുതികളും അവർക്ക് വേണ്ടായിരുന്നു. നികുതികളിൽ നിന്നെല്ലാം അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ ആനുകൂല്യങ്ങളാൽ ചതച്ചരയ്ക്കപ്പെട്ട സാധാരണക്കാർ അവരാണ് ഈ ഒരു ചിത്രത്തിൽ പ്രതികരിക്കുന്നത്. അപ്പം 3ാം എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു ഭാഗം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി അടയ്ക്കുന്നു. അതേ ആശയം തന്നെയാണ് ഈ ചിത്രത്തിലും വ്യക്തമാകുന്നത്. ഇനി നോക്കിയേ, 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരന്റെ അവസ്ഥയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ വ്യക്തമാക്കുന്നത്. മധ്യവർഗവും മിഡിൽ ക്ലാസും തൊഴിലാളികളും കർഷകരും അടങ്ങിയിരുന്ന ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺസ് അഥവാ സാധാരണക്കാരെന്നറിയപ്പെട്ടു.
ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു. അപ്പം രാജ്യത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെയാണ്? മൂന്നാം എസ്റ്റേറ്റിലാണ്. മൂന്നാം എസ്റ്റേറ്റിൽ കച്ചവടക്കാരുണ്ടായിരുന്നു, അഭിഭാഷകരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, ബാങ്കർമാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. അങ്ങനെ സാധാരണക്കാർ എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ്, ഈ ഒരു മിഡിൽ ക്ലാസ് അവിടെ എമർജ് ചെയ്യുന്നുണ്ട്. ഈ മിഡിൽ ക്ലാസ്സും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു? സാധാരണക്കാരായ കർഷകരും കൈത്തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം, തീർത്തും കോമൺസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നാം എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ജീവിച്ചിരുന്നത് ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. അവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തമായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിഫലമില്ലാതെ അനേകം നിർബന്ധിത സേവനങ്ങൾ അവർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പൊ കോവി എന്നുള്ള നിർബന്ധിത ജോലിയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു 3-4 ദിവസം. എന്നാൽ അതുകൂടാതെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകള് നിരവധി നിർബന്ധിത സേവനങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു. എന്തൊക്കെയാണ്? ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവർ സൈനിക സേവനം ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾ അവരെന്ത് ചെയ്യണമായിരുന്നു? സൗജന്യമായി ചെയ്യണമായിരുന്നു. ഇതുകൂടാതെയാണ് അവർ കോവിയും കൂടെ എന്ത് ചെയ്യപ്പെടുന്നത്? അനുവർത്തിച്ചിരുന്നത്. അപ്പോൾ ഓർക്കുക, സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം പരമാവധിയിൽ ആര് ചൂഷണം ചെയ്തു? ഫ്രാൻസിലെ ഉയർന്ന ഉന്നത വിഭാഗം ചൂഷണം ചെയ്തു. ഒക്കെയാണല്ലോ. ഇനി നമ്മൾ ഓൾറെഡി ഗബല്ലെ എന്നുള്ള ഭാഗം പറഞ്ഞു. ഇനി ഫ്രാൻസിൽ മൂന്നാം എസ്റ്റേറ്റില് മിഡിൽ ക്ലാസ്സിൽ എന്നുള്ള ഒരു വിഭാഗം, അവർ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് നിന്നിരുന്നത്. അവരെങ്ങനെയാണ് ഉയർന്നു വന്നത്? ഈ മൂന്നാം എസ്റ്റേറ്റിന്റെ ഒരു ഉയർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പരാജയ കാരണം, അല്ലെ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകാനുള്ള കാരണമായിട്ടും പറയുന്നത്. 18-ാം നൂറ്റാണ്ടില് ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിന്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിന്റെ, മിഡിൽ ക്ലാസിന്റെ ഉദയത്തിന് കാരണമായി. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയുടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. നഗരത്തിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിന്റെ, മിഡിൽ ക്ലാസിന്റെ ഭാഗമാകുകയും ചെയ്തു. ഇനി ആഭ്യന്തര വാണിജ്യവും കോളനിയുമായുള്ള കച്ചവടങ്ങളും ഫ്രാൻസിലെ വ്യാവസായികളെ സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ ആരൊക്കെയാണ്? നോക്കുക, ഡോക്ടർമാര്, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഈ മിഡിൽ ക്ലാസ്സിൽ സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കന്മാർക്കും നികുതി നൽകണമായിരുന്നു. അപ്പം ഈ ഡോക്ടർമാരും ഒക്കെ തന്നെ എന്ത് ചെയ്യപ്പെടാമായിരുന്നു? നികുതി കൊടുക്കണമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുൻപന്തിയിലായിരുന്നിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മിഡിൽ ക്ലാസ്സുകാർ കഴിഞ്ഞിരുന്നത്. അപ്പം ഇവര് എന്ത് ചെയ്യപ്പെട്ടിരുന്നു? വ്യാപാര അല്ലെങ്കിൽ വ്യാവസായിക പുരോഗതിയുടെ ഒക്കെ ഭാഗമായിട്ട്, കോളനികളുമായിട്ടുള്ള കച്ചവടത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അവര് മിഡിൽ ക്ലാസ്സുകൾ എന്ത് ചെയ്തു? സാമ്പത്തികമായിട്ട് ഉയർന്നു. അവർക്ക് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായി. പക്ഷേ അതുകൊണ്ടാണ് അതിനകത്ത് ഡോക്ടർമാരും നിയമജ്ഞരും ബാങ്കന്മാരും അധ്യാപകരും എഴുത്തുകാരും ഒക്കെ ആ ഒരു മിഡിൽ ക്ലാസ്സിൽ കടന്നു വന്നു. എന്നാൽ ഈ മിഡിൽ ക്ലാസ്സിന് ഭരണരംഗത്തോ സൈന്യത്തിലോ ഉയർന്ന പദവികൾ ലഭിച്ചിരുന്നില്ല. അപ്പൊ ഭരണകാര്യങ്ങളിൽ യാതൊരുവിധ പ്രാധാന്യവും ഇവർക്ക് ലഭിച്ചില്ല. ഇത് കടുത്ത അസംതൃപ്തിക്ക് കാരണമായി. ഓക്കെ, ഇനി രണ്ട് ചരിത്രകാരന്മാരുടെ ഒരു അഭിപ്രായത്തെ നമുക്കൊന്ന് വിലയിരുത്താം. വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ്. അപ്പം ഏരിയൽ ഡ്യൂറന്റ് എന്നുള്ള 2 പേരുടെ, വില്ലിന്റെയും അതുപോലെ തന്നെ ഏരിയൽ ഡ്യൂറന്റിന്റെയും അഭിപ്രായത്തിൽ പ്രശസ്ത ചരിത്രകാരന്മാരായ വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിന്റെ, മിഡിൽ ക്ലാസിന്റെ പങ്കിനെ പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയേ. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും
പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസികളുടെ, അതായത് മിഡിൽ ക്ലാസ്സുകളുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, വിൽ ഏരിയൽ ഡൂറന്റ് എന്ന ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു: അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട്. അപ്പം കർഷകർ, ആ സമൂഹത്തിലെ കർഷകർ അസംതൃപ്തരാണ്. നമ്മൾ റീസൺസ് ഒക്കെ കുറെ അധികം പറഞ്ഞു. അവർ നികുതി ഭാരം അടയ്ക്കണമായിരുന്നു, അവർക്ക് ലഭിക്കുന്ന വിളവിന്റെ 10% പുരോഹിതന്മാർക്ക് കൊടുക്കണമായിരുന്നു, 20% ഗവൺമെന്റ് കൊണ്ടുപോകുമായിരുന്നു, വിളവെടുക്കുന്ന സമയത്ത് അവർ ടാക്സ് അടയ്ക്കണമായിരുന്നു, അങ്ങനെ നിർബന്ധിത വേലകൾ ചെയ്യണമായിരുന്നു, അങ്ങനെ പല രീതിയിൽ അവർ ചൂഷണത്തിന് വിധേയരായി. ആ കർഷകരെ ആയുധമാക്കിക്കൊണ്ട്, അപ്പം അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസികളുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇത് ആരുടെ വാക്യങ്ങളാണ്? പ്രശസ്ത ചരിത്രകാരനായ വിൽ ഡ്യൂറന്റിന്റെയും ഏരിയൽ ഡ്യൂറന്റിന്റെയും വാക്യങ്ങളാണ്. അപ്പം വില്ലിന്റെയും ഏരിയൽ എന്നുള്ള അവരുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തില് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിലാണ് അതിനകത്ത് പറയുന്നത്. വോളിയം 6 റവല്യൂഷൻ ന്യൂയോർക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിലാണ് അവരത് പറയുന്നത്. അതിൻ്റെ ഒരു സ്വതന്ത്ര പരിഭാഷയാണ്: അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത മിഡിൽ ക്ലാസിന്റെ, മധ്യവർഗത്തിന്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത എന്നുള്ളത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? വിൽ ഏരിയൻ ഡ്യൂറന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്നു. ഇപ്പൊ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതിനകത്ത് സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, സോഷ്യൽ സിറ്റുവേഷൻ എന്താണ്, സാമൂഹിക പരമായിട്ടുള്ള പ്രതിസന്ധി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ പല കോണുകൾ നമ്മൾ പഠിച്ചു. ഇനി എക്കണോമിക്കലായിട്ട് എന്തൊക്കെ ക്രൈസിസ് ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും സാധാരണക്കാർ നികുതി അടയ്ക്കുകയാണ്. ഈ നികുതി കൊണ്ട് ആരവിടെ ആഡംബര ജീവിതവും ദൂർത്തും നയിക്കുന്നു? രാജാക്കന്മാരവിടെ ആഡംബര ജീവിതവും ദൂർത്തും നയിക്കുകയാണ് ചെയ്തിരുന്നത്. 1770-കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപാദനം കുറവായിരുന്നു. ഇതിന് കാരണമായി അപ്പം കടുത്തൊരു പ്രതിസന്ധി 1770-കളിൽ വന്നു. ഉൽപാദനം കുറഞ്ഞത് കാരണമായി. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730-നും 1789-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനമുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. അപ്പം 70-കളിൽ ഫ്രാൻസിൽ കാർഷിക രംഗത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടായി. ഉൽപാദനം കുറഞ്ഞു എന്ന് പറയുന്നു. 1730-കളിലും 1789-നും ഇടയിലെ ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനമുണ്ടായി. അപ്പം ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനമുണ്ടായപ്പോൾ തൊഴിലാളികളുടെ കൂലിയിൽ 22% വർധനമുണ്ടായുള്ളൂ. അപ്പം അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായി. റൊട്ടി ലഭിക്കാതെ വരുന്നു. അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളും അവിടെ ലഭ്യമാകാതെ വരുന്നു. അതിന് വലിയ വില വരുന്നു. തീറ്റപ്പുല്ലിന് കടുത്ത ക്ഷാമം ഉണ്ടായി. അത് കന്നുകാലി സമ്പത്തിനെ വളരെ പ്രതികൂലമായി ബാധിച്ചു. ആ രാജ്യത്തെ ജനസംഖ്യയുടെ 1/3 ഭാഗവും കഴിഞ്ഞിരുന്നത് ഈ കാലി വളർത്തല് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം അവരെ ഈ പ്രശ്നം എന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇനി ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾക്ക് തൊഴിൽ രഹിതരാകുകയും ചെയ്തു. അപ്പം ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമായിരുന്നു. എന്താണ്? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു.
ആ കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം എന്ത് ചെയ്യപ്പെട്ടു? വളരെയധികം കുറച്ചു. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഫ്രാൻസിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അപ്പം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഫ്രാൻസിലെ കമ്പോളങ്ങൾ നിറഞ്ഞു. കരകൗശല വസ്തുക്കളൊക്കെ കൊണ്ട് കമ്പോളം നിറഞ്ഞു. അത് ഫ്രാൻസിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമായി. എങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി ഫ്രാൻസിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കന്മാരിൽ നിന്ന് വൻതുകകൾ ലൂയി 16 വായ്പയായി സ്വീകരിച്ചു. അപ്പം ഇവിടെ എന്താണ്? കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലാളികളും ഒക്കെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? ഫ്രാൻസിന്റെ തെരുവിൽ ഇറങ്ങി. അപ്പം കർഷകരും അതുപോലെ തന്നെ കൈത്തൊഴിലുകാരും എന്ത് ചെയ്യപ്പെട്ടു? സമരത്തിലേക്ക് വന്നു. ഭരണകൂടത്തിനെതിരായിട്ട് ഭരണത്തിലേക്ക് വന്നു. ഇതേ സമയം തന്നെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കന്മാരിൽ നിന്നും വൻ തുകകൾ ലൂയി 16 വായ്പയായി സ്വീകരിച്ചിരുന്നു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കന്മാരെ വായ്പ നൽകുന്നതിൽ നിന്നും പിന്തിരിച്ചു. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിന് നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കന്മാരടക്കമുള്ള മിഡിൽ ക്ലാസ്സിനെ, മധ്യവർഗത്തെ ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ നികുതിയിലുണ്ടായിരുന്ന ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് മാത്രം അമിത നികുതി ഭാരവും ബാക്കിയുള്ളവർക്ക് നികുതി ഭാരം കുറവുമായിരുന്നു. ആ ഒരു ഏറ്റക്കുറച്ചിലിനെതിരായിട്ട് അവരെന്ത് ചെയ്തു? ബാങ്കന്മാരും അല്ലെങ്കിൽ മിഡിൽ ക്ലാസും പ്രക്ഷോഭത്തിലേക്ക് വന്നു. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ അതിനെ സ്വാധീനത്തിലേക്ക് എത്തിച്ച മറ്റൊരു ഭാഗം ഫിലോസഫേഴ്സ് ആണ്, തത്വചിന്തകരുടെ സ്വാധീനം. നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന്. അപ്പോൾ അത്തരത്തിൽ തൂലിക കൊണ്ട് ഫ്രഞ്ച് സമൂഹത്തിൽ വിപ്ലവത്തിന്റെ തീനാമ്പുകൾ കോരിയിട്ട കുറച്ച് തത്വചിന്തകരെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. അത് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതും പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോയിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ തത്വചിന്തകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ചെയ്ത് തന്നെ പഠിച്ചു പോകാം. ചിന്തകരുടെ സ്വാധീനം. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ടിരുന്ന അവസ്ഥയെ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില തത്വചിന്തകരെ പരിചയപ്പെടുത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വോൾട്ടയർ. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഇദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അപ്പോൾ ഓർക്കുക, വോൾട്ടയർ ഒരു തത്വചിന്തകനാണ്, ചരിത്രകാരനാണ്, ആക്ഷേപഹാസ്യകാരനും ആയിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവ നിഷേധിയായിരുന്നില്ലെങ്കിലും തൻ്റെ ലേഖനത്തിലൂടെ പുരോഹിതരെ നിരന്തരം എതിർത്തിരുന്നു. അപ്പം പുരോഹിത മേധാവിത്വത്തെ നിരന്തരം എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് വോൾട്ടയർ. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഓക്കെ, ഇനി റൂസോ. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമാംസകനുമായിരുന്നു റൂസോ. ഒരു പൊളിറ്റീഷ്യൻ, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു, വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ആര്? റൂസോ. അദ്ദേഹത്തിന്റെ കൃതിയായ സാമൂഹിക ഉടമ്പടി, ദ സോഷ്യൽ കോൺട്രാക്ട്, വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. അപ്പം വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചത് ഏത് പുസ്തകമാണ്? ദ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള റൂസോയുടെ പുസ്തകമാണ്. ഇനി ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പം റൂസോ പറയുന്നത് ദൈവദത്തമായ ആ കോൺട്രാക്റ്റിനെ എന്ത് ചെയ്യുന്നു? റൂസോ വെട്ടുകയാണ്. വെട്ടിയിട്ട് റൂസോ എന്താ പറയുന്നത്? ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം ആരെ സൃഷ്ടിച്ചു? രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരണത്തിനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആരഭിപ്രായപ്പെട്ടു? റൂസോ അഭിപ്രായപ്പെട്ടു. അപ്പം റൂസോ ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ്, ഒരു രാഷ്ട്രമീമാംസകനാണ്,
ദെൻ റൂസോ അദ്ദേഹത്തിന്റെ കൃതിയായ സാമൂഹിക ഉടമ്പടി, ഇത് സോഷ്യൽ കോൺട്രാക്റ്റില് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചിരുന്നു. ഇനി ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരമാണ് രാജാവിനെ സൃഷ്ടിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, ആയതിനാൽ രാജാവിന് ഭരണത്തിനുള്ള അവകാശം നഷ്ടപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. ഓർത്തു വെച്ചിരിക്കുക, ഒരു പോയിന്റ് ആണ്. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കും. ആരുടെ വാക്യങ്ങളാണ്? റൂസോയുടെ വാക്യങ്ങളാണ്. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കും എന്നുള്ളത് ആരുടെ വാക്യമാണ്? റൂസോയുടെ വാക്യങ്ങളാണ്. ഇനി റൂസോ നിലവിലുള്ള അധികാര ഘടനയെ എതിർത്തിരുന്നു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനത്തിലായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതും റൂസോയുടെ അഭിപ്രായമാണ്. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി. അപ്പൊ റൂസോയുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് റൂസോയുടേതാണ്. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചു, അതിനാൽ രാജാവിന് ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് ആരുടെ വാക്യമാണ്? റൂസോയുടെ വാക്യമാണ്. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കും എന്നുള്ളത് റൂസോയുടെ വാക്യങ്ങളാണ്. ദെൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിതനാണ് എന്നുള്ളത് റൂസോ പ്രകൃതിവാദത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞ വാക്യങ്ങളാണ്. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചു. ഓക്കെ ആണല്ലോ. സോ റൂസോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിയുന്നു. ഇനി അടുത്തത് മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. ഇപ്പം ക്രൈസ്തവ സഭയെക്കുറിച്ചും ഉള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് വിമർശിച്ച ഒരു വ്യക്തിയാണ് ആര്? മോണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച ഇദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തരംതിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അപ്പൊ എന്താണ്? നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച ഇദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ 3ആയിട്ട് വിഭജിക്കണമെന്ന് വാദിച്ച ഫിലോസഫർ ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഏതൊക്കെയാണ് ആ 3 വിഭാഗം? 1 നിയമനിർമ്മാണം, 2 ഭരണനിർവഹണം, 3 നീതിന്യായം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്നുള്ളത്, അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തഃസത്ത എന്നുള്ളത് ആരുടേതാണ്? മോണ്ടസ്ക്യൂവിന്റെ ഗ്രന്ഥമാണ്. ഇതിൽ ഗവൺമെന്റിന്റെ തത്വങ്ങളെയും നിയമനിർമ്മാണത്തിന്റെ ഘടനയെയും പരിണാമത്തെയും അദ്ദേഹം വിശകലനം ചെയ്യുന്നു. സോ ദ സ്പിരിറ്റ് ഓഫ് ലോയിൽ എന്താണ് പറയുന്നത്? ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെ ഘടനയും നിയമത്തിന്റെയും ഭരണഘടനയുടെ പരിണാമത്തെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. ഇനി ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. അപ്പം ഈ ജോൺ ലോക്കിനെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും പഠിക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങൾ എവിടെയും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്? ഫ്രഞ്ച് വിപ്ലവത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ള ആ ഒരു ഗ്രന്ഥം, ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ള ഈ ഒരു ഗ്രന്ഥത്തില് രാജാവിൻ്റെയും ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധിപത്യ അധികാരത്തെയും നിരാകരിച്ചിരുന്നു. ഓക്കെ, അപ്പം എന്താണ്? രാജാവിൻ്റെ ദൈവദത്തത്തെയും സ്വേച്ഛാധിപത്യ അധികാരത്തെയും നിരാകരിച്ചിരുന്ന ഒരു കൃതിയാണ് ഏത്? ജോൺ ലോക്കിന്റെ ടു ട്രീറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളത്. ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളത് ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടുള്ള കൃതിയാണ്. ഇനി അതിന്റെ ബാക്കിയായിട്ട് ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. എന്താണ്? ഏത് പേരിൽ അറിയപ്പെടുന്നതാണ്? ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് സമൂഹത്തെ, അല്ലെ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു
ടർഗോയും നെക്കറും നെക്കർ ആൻഡ് ടർഗോ എന്നീ രണ്ട് ആരാണ് ഫിസിയോക്രാറ്റുകൾ എവിടെയുണ്ടായിരുന്നു? ഫ്രഞ്ച് സമൂഹത്തെ സ്വാധീനിച്ചിരുന്നു. ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ ആരാണ്? ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ. ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മിഡിൽ ക്ലാസിന്റെ താല്പര്യങ്ങളായിരുന്നു അവരുടെ സാമ്പത്തിക നയങ്ങൾ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവയിൽ പ്രധാനപ്പെട്ടവ ആയിരുന്നു. അപ്പം ലൂയി 16 ഒരു ഉപദേഷ്ടാവാണ് ആര്? ടർഗോ എന്നുള്ളത്. ലൂയി 16 ഭാര്യയാണ് മേരി അന്റോയിനറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന ആ വിഭാഗം, അങ്ങനെ ഒരു സാമ്പത്തിക വിഭാഗം. ഫിസിയോക്രാറ്റുകൾ എന്താണ്? അവരൊരു സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന ഒരു വിഭാഗമാണ്. അതില് പ്രധാനപ്പെട്ടതായ ടർഗോയും നെക്കറും, ഇവർ രണ്ടുപേരും ആരെ സ്വാധീനിച്ചു? ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചു. ഈ പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മേരി അന്റോയിനറ്റിന്റെ ചിലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടർഗോയെ രാജ്ഞിയുമായി ശത്രുതയിലാക്കുന്നതിന് കാരണമായി. അപ്പോൾ ടർഗോ എന്ത് ചെയ്യപ്പെട്ടു? ടർഗോയുടെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ലൂയി 16 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കന്മാരിൽ ഭരണമേൽപ്പിച്ച് ദൂർത്തൊക്കെ അടിച്ചു നടന്നു. ടർഗോ ഒരു തരത്തില് എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക വഴിയൊക്കെ എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് സിറ്റുവേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. മിഡിൽ ക്ലാസിനെ ഒരു പരിധിവരെ സംതൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ രാജ്ഞിയോട് ചെലവ് ചുരുക്കാൻ ടർഗോ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് രാജ്ഞി സമ്മതിച്ചില്ല. ഇത് അവർ തമ്മിൽ എന്താണ് തെറ്റുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടർഗോയുടെ പരിഷ്കാരം തുടരുവാൻ ആഗ്രഹിച്ചു. അപ്പൊ നെക്കർ എന്ത് ചെയ്യപ്പെടുന്നു? ടർഗോയുടെ അതേ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. എന്നാൽ ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം ടർഗോയും എന്ത് ചെയ്യപ്പെട്ടു? പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിന്റെ ഉപദേഷ്ടാക്കൾ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറിനെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധം. അപ്പൊ നെക്കറിനെ അവർ ആദ്യം ഒന്ന് പുറത്താക്കുന്നു. എന്നാൽ പിന്നീട് വന്നവർക്കും സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെയും അവർ ആരെ തിരിച്ചു വിളിച്ചു? നെക്കറിനെ തിരികെ വിളിക്കുന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട തത്വചിന്തകരുടെ സ്വാധീനത്തെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അപ്പം ഈ തത്വചിന്തകരുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം വിട്ടുപോയി. സലോണുകളും കോഫി ഹൗസുകളും, അതായത് പ്രധാനമായിട്ടും ഫ്രാൻസില് രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടന്നിരുന്ന ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങളാണ് സലോണുകളും കോഫി ഹൗസുകളും. ഫ്രാൻസിലെ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിന്റെയും രാഷ്ട്രീയ ചർച്ചകളുടെയും കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാസമ്പന്നരും പ്രബുദ്ധരായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചത്. ഈ സലോണുകളിൽ ദാർശനികൾ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെ പറ്റി ചർച്ച നടന്നു. ഈ ചർച്ചകൾ വിപ്ലവ ആശയങ്ങൾക്ക് പ്രചോദനം നൽകി. അതുപോലെ തന്നെ സാധാരണ പൗരന്മാർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായിരുന്നു കോഫി ഹൗസുകൾ. ഇവിടങ്ങളിലും വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യത്തെ വിമർശിക്കുകയും ചെയ്യപ്പെട്ടിരുന്നു. അപ്പം ഈ ഒരു ടേം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് തത്വചിന്തകരുടെ സ്വാധീനത്തെ ഒന്ന് ബ്രീഫ് ചെയ്തൊന്ന് റിവൈസ് ചെയ്യാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വോൾട്ടയർ ആണ്. വോൾട്ടയറിന്റെ യഥാർത്ഥ പേര് ഫ്രാങ്കോയിസ് മേരി ഔറട്ട് എന്നുള്ളതാണ്. വോൾട്ടയറിന്റെ യഥാർത്ഥ പേരെന്താണ്? ഫ്രാങ്കോയിസ് മേരി ഔറട്ട് എന്നുള്ളതാണ് വോൾട്ടയറിന്റെ യഥാർത്ഥ പേര്. വോൾട്ടയറുടെ കൃതി കാൻഡിഡ എന്നുള്ളതാണ്. വോൾട്ടയറുടെ കൃതി എന്താണ്? കാൻഡിഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാണ്? അത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ ആണെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്.
നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുമെന്ന് വാദിച്ചതും റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നുള്ളതും റൂസോയുടെ വാക്യങ്ങളാണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് റൂസോയുടെ ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിച്ച റൂസോയുടെ ഗ്രന്ഥം അത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട റൂസോയുടെ ഒരു കൃതിയാണ് എമിലി എന്ന് പറയുന്നത്. ഇനി റൂസോയുടെ ആത്മകഥ കൺഫെഷൻസ് അഥവാ കുംഭസാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് ആര്? മോണ്ടസ്ക്യൂ എന്നുള്ളത്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കണമെന്ന് വാദിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ദ സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത എന്നുള്ളത് മോണ്ടസ്ക്യൂവിന്റെ പുസ്തകം ആണ്. നമ്മള് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഈ ഒരു ചാപ്റ്റർ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ക്ലാസ് കൃത്യമായിട്ടൊന്ന് കണ്ട് റിവൈസ് ചെയ്യുക, നോട്ടും കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.